guys, welcome back to yet another vlog and I hope you guys all are doing great and today's video is gonna be an everyday makeup look. ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഷെയർ ആക്കുന്നത്. അതായത് ഞാൻ എപ്പോൾ പുറത്ത് പോയാലും ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മേക്കപ്പ് റൊട്ടീൻ. ഫസ്റ്റ് ഞാൻ യൂസ് ആക്കുന്ന ന്യൂട്രിഡാമിൻ്റെ ഒരു മോയ്സ്ചറൈസർ ആണ്. ബിഫോർ ദാറ്റ് പറയട്ടെ, നമ്മൾ എപ്പോൾ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്താലും അല്ലെങ്കിൽ എപ്പോൾ ഒരു മേക്കപ്പ് ചെയ്താലും ബിഫോർ ദാറ്റ് യു ഹാവ് ടു ഡു യുവർ സ്കിൻ കെയർ ഫസ്റ്റ്. സ്കിൻ കെയർ ചെയ്തതിന് ശേഷം കുറച്ച് ടൈം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം മേക്കപ്പ് ചെയ്യുക. ആൻഡ് ദ സെക്കൻഡ് പാർട്ട് സൺസ്ക്രീൻ ആണ്. സൺസ്ക്രീൻ നമുക്ക് സ്കിപ്പ് ചെയ്യാനേ പറ്റില്ല. ഇത് ഡെർമക്കോൻ്റെ സൺസ്ക്രീൻ ആണ്. SPF 50 PA+++ ഒക്കെ ഉള്ള സൺസ്ക്രീൻ ആണ്. ആൻഡ് ദേ ഹാവ് ഓൾസോ വൈറ്റമിൻ ഇ, ഹൈലോണിക് ആസിഡ് ഒക്കെ ഉണ്ട്. ആൻഡ് ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. ആൻഡ് ദെൻ തേർഡ് വൺ ഡോട്ട് ആൻഡ് കീൻ്റെ ഒരു സ്ട്രോബെറി ടിൻറ്റഡ് ലിപ് ബാം ആണ്. ഇതിലും SPF ഒക്കെ ഉണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു സ്ട്രോബെറി ടിൻറ്റ് ഉള്ള ലിപ് ബാം ആണ്. ആൻഡ് ദ തേർഡ് ഞാൻ യൂസ് ആക്കുന്നത് മാക്കിൻ്റെ ഒരു പ്രൈമർ സ്ട്രോപ്പ് ക്രീമാണ്. ഇത് പ്രൈമറായിട്ട് യൂസ് ആക്കാം, ഹൈലൈറ്ററായിട്ട് യൂസ് ആക്കാം. ഞാനിതിപ്പോൾ പ്രൈമറായിട്ട് യൂസ് ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്ട്രോപ്പ് ക്രീമാണ് നോക്കുന്നതെങ്കിൽ NYBയുടെ സ്ട്രോപ്പ് ക്രീം ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. ആൻഡ് ദെൻ കൺസീലറാണ് യൂസ് ആക്കുന്നത്. ഇത് സ്വിസ് ബ്യൂട്ടീൻ്റെ കൺസീലറാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് സാൻഡ് സേബിൾ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഷെയ്ഡിനേക്കാളും കുറച്ച് ലൈറ്റ് ഷെയ്ഡറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു ഓൾമോസ്റ്റ് കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഷെയ്ഡ് ഉണ്ടാകും. ബട്ട് എനിക്ക് എന്നെ നോക്കുന്നിടത്തോളം ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു ഫൈൻഡ് എ കറക്റ്റ് ഷെയ്ഡ്. ആൻഡ് ദെൻ ഞാൻ യൂസ് ആക്കുന്നത് മാക്കിൻ്റെ ഒരു സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈക്ക് ഒരു പ്രൈമർ പോലെ തന്നെ കുറച്ചൊന്ന് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ സെറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ കൺസീലർ യൂസ് ആക്കി വെച്ചിട്ടുള്ളത് നമുക്കൊരു 2 minutes നമുക്കൊന്ന് വെയിറ്റ് ചെയ്താൽ നമ്മുടെ ഫേസിൽ കുറച്ചും കൂടെ ഒന്ന് അബ്സോർബ് ആവും. നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ആക്കാനും പറ്റും. അതുകൊണ്ടാണ് ഞാനൊരു സെറ്റിംഗ് സ്പ്രേ ഫസ്റ്റ് തന്നെ ലൈക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തത്. അപ്പോൾ കുറച്ചും കൂടെ നല്ലോണം ഒരു സോഫ്റ്റ് ടെക്സ്ചർ ആവും നമ്മുടെ കൺസീലർ. അപ്പോൾ നമുക്ക് ഒട്ടും പൗഡറി പോലെയോ അല്ലെങ്കിൽ ഒരു കേക്കി ബേസ് ആയിട്ടൊന്നും ഇരിക്കില്ല. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. കാരണം നമ്മൾ ഫൗണ്ടേഷനൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഒരു ഡാർക്ക് സർക്കിൾസ് അതുപോലെ ഡാർക്ക് സ്പോട്ട്സ് ഉള്ള ഏരിയാസിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കൺസീലർ. ലൈക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോകുന്നില്ല, ഒരു ഹെവി ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ആക്കാം. ബട്ട് ഇതൊരു ചുമ്മാ നമ്മൾ പുറത്തേക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു സിമ്പിളായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കൺസീലർ. ആൻഡ് ദെൻ ഞാൻ യൂസ് ആക്കുന്നത് മാഴ്സിൻ്റെ ഒരു ഐബ്രോ ഫില്ലിയാണ്. മാഴ്സിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഇത്. വന്നിട്ട് മാഴ്സിൻ്റെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേര് മറന്നത്. എനിക്ക് PR വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ആൻഡ് ഇതിൽ തന്നെ ഒരു ഐബ്രോ ജെല്ല് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഐലൈനർ ജെല്ല് വരുന്നുണ്ട്. 2 ലെയറിലാണ് വരുന്നത്. സോ എനിക്ക് അങ്ങനെ തീരെ ഐബ്രോ ഫില്ലാക്കുന്നതൊന്നും ഇഷ്ടമല്ല. ബട്ട് ഈ പ്രോഡക്റ്റ് നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. അതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ബ്രൗൺ കളർ ഷെയ്ഡാണ്. ആൻഡ് ദെൻ ഇത് സ്വിസ് ബ്യൂട്ടീൻ്റെ ഒരു ഐലൈനർ പെന്നാണ്. അടിപൊളി ഒരു ഐലൈനർ പെന്നാണ്. കാരണം നല്ല ലാസ്റ്റിംഗ് ആണ്. അറൗണ്ട് 24 hours അടുത്ത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. നമ്മൾ ശരിക്കും ഫേസിൽ നന്നായിട്ട് ഫേസ് വാഷൊക്കെ ഇട്ട് ഫേസ് വാഷ് ചെയ്താൽ മാത്രമാണ് നമ്മളിത് അതിന്ന് പോവുള്ളൂ. അത്ര നേരം നല്ലോണം ലാസ്റ്റ് ആവും. അതുപോലെ തന്നെ നല്ല വാട്ടർ പ്രൂഫാണ്, നല്ല സ്മഡ്ജ് പ്രൂഫാണ്. ആൻഡ് ദെൻ ഇത് നല്ല വിങ് ഐലൈനറൊക്കെ എഴുതാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ഐലൈനറാണ്. ഈ ഐലൈനർ പിന്നെ നല്ല അഫോർഡബിൾ റേഞ്ചിലാണ്. അറൗണ്ട് 250 റേഞ്ചിലൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ആൻഡ് ദെൻ ഇത് വന്നിട്ട് മാഴ്സിൻ്റെ ഒരു മേക്കപ്പ് കിറ്റാണ്. നിങ്ങൾക്ക് PR വന്നിട്ടുള്ളതാണ് മാഴ്സിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ. ആൻഡ് ഇതിൽ ഞാനൊരു ബ്രൗൺ കളർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അണ്ടർ ഐയിൽ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇതിൽ തന്നെ 3-in-1 പ്രൊഡക്റ്റാണ്. ഇതിൽ തന്നെ ഒരു ബ്ലഷും അതുപോലെ ഹൈലൈറ്ററും വരുന്നുണ്ട് താഴെയായിട്ട്. ഞാനതിപ്പോൾ യൂസ് ആക്കുന്നില്ല. ദെൻ മാഴ്സിൻ്റെ ഒരു മസ്കാരയാണ്. ഇറ്റ്സ് എ മസ്റ്റ് ബൈ പ്രോഡക്റ്റ്. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇതിൽ 2 സ്റ്റെപ്സിലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ലെങ്ത് ചെയ്യാനും ഐലാഷ് ലെങ്ത് ആക്കാനും, സെക്കൻഡ് സ്റ്റെപ്പിൽ തിക്കനാക്കാനും ലൈക്ക് വോളിമനൈസിങ് ആക്കാനുമാണ് ചെയ്യുന്നത്. സോ അത്യാവശ്യം റേറ്റ് കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. കറക്റ്റ് റേറ്റിംഗ് അറിയില്ല. ബട്ട് നല്ലൊരു ലൈക്ക് ഒരു മസ്റ്റ് ബൈ പ്രോഡക്റ്റാണ്. ദെൻ ഞാൻ യൂസ് ആക്കുന്ന ബ്ലഷാണ്. ഇത് വന്നിട്ട് റയർ ബ്യൂട്ടീൻ്റെ ആണ്. യു ഹാവ് സോ മെനി ഡ്യൂപ്സ്. ബട്ട് സീരിയസ്ലി പറയാനാണെങ്കിൽ ഇറ്റ്സ് എ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്. നിങ്ങൾക്ക് കുറേ നാൾ യൂസ് ആക്കാം. ഇത് ഞാനിപ്പോൾ അപ്ലൈ ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും എത്ര മാത്രം പിഗ്മെൻറ്റഡ് ആണെന്ന്. ലൈക്ക് ഇതെൻ്റെ കയ്യിൽ ലൈക്ക് ഫിംഗർ ടിപ്സ് വെച്ചിട്ട് ഞാൻ ആദ്യമൊക്കെ ലൈക്ക് ബ്ലെൻഡ് ആക്കുമായിരുന്നു. അപ്പോൾ ഒരുപാട് ഫേസിൽ ലൈക്ക് ഒരുപാട് വേസ്റ്റ് ആവുന്ന പോലെ തോന്നും പ്രോഡക്ട്സ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്താ ചെയ്യുന്നതാണ് ബ്ലഷ് വെച്ചിട്ട് ശരിക്കും ബ്ലെൻഡാക്കി യൂസ് ആക്കും. അടിപൊളി ഒരു പ്രൊഡക്റ്റാണ്. അതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് എൻകറേജ് എന്നാണ്. ആൻഡ് ലിപ്സ്റ്റിക്ക് ഇത് സ്വിസ് ബ്യൂട്ടീൻ്റെ ഒരു ക്യൂട്ട് ന്യൂഡ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ബ്രൗൺ ന്യൂഡ് ലിപ്സ്റ്റിക്കാണ്. എല്ലാ സ്കിൻ ടോണും ചേരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ബട്ട്
അത്യാവശ്യം ലാസ്റ്റിംഗ് ഉള്ളൂ. ഒരുപാട് ലാസ്റ്റിംഗ് ആണെന്ന് വെച്ചാൽ സ്മഡ്ജ് പ്രൂഫ് ഒന്നും അല്ല. ലൈക്ക് ഒരു 2 to 3 hours ഒക്കെ ലാസ്റ്റിംഗ് ഉള്ളൂ. ആൻഡ് ദെൻ ഞാൻ ലാസ്റ്റ് മാക്കിൻ്റെ സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് മാജിക് റേഡിയൻസ് എന്നാട്ടോ ആ സെറ്റിംഗ് സ്പ്രേയുടെ ഷെയ്ഡ്, ആൻഡ് അത് വെച്ചിട്ട് ഫേസ് ഒന്നോടെ ഒന്ന് സെറ്റ് ആക്കുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് എ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. അതുപോലെ തന്നെ ഇനി എന്തൊക്കെ വീഡിയോസാണ് കാണേണ്ടതെന്നും കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.